പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എന്നെ നേരിട്ട് കാണുന്ന ആരും ഞാൻ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ക്യാമറയുടെ പല ആംഗിളിൽ കൂടെ എടുക്കുമ്പോൾ പലർക്കും ഓന്തായിട്ടും പല്ലിയായിട്ടും അഹണയായിട്ടും ഒക്കെ തോന്നാറുണ്ട്. സ്വാഭാവികം. അതൊക്കെ എങ്ങനെയാ നമുക്ക് കാണുന്നത്? അത്തരത്തിലുള്ള കമന്റ് പറയുന്നതിനോടൊക്കെ എന്താ പറയാനുള്ളത്? അസൂയ. ഞാൻ നേരിട്ട് നല്ല സുന്ദരിയാണ്. എന്നോടൊപ്പം പഠിച്ച കുഞ്ഞുമോൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കോൺഫിഡന്റ് ഉണ്ട്. എന്നെ നേരിട്ട് കാണുന്നവർക്കും അവർക്കറിയാം ഞാൻ സുന്ദരിയാണെന്ന്. പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റർടൈൻ ചെയ്യും? ഇന്ന് എനിക്ക് 10-33 വയസ്സായി. അതാ നിന്റെ വിഷമം. ഇന്ന് എനിക്ക് 10-33 വയസ്സായി. അല്ല, എങ്കിൽ പോലും ഇപ്പൊ ചേച്ചി 33 വയസ്സാണെങ്കിലും 17-കാരിയായിട്ട് അഭിനയിക്കുന്നുണ്ട്, 18-കാരിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് ഗോഡ്സ് ഗ്രേസ്. അതായത് നമ്മുടെ ബോഡിക്ക് എന്തും ചേരും ഡ്രസ്സാണേലും. എങ്ങനെ? അതായത് നമ്മുടെ ബോഡിക്ക് എന്തും ചേരും ഡ്രസ്സാണേലും. എങ്ങനെ ഉണ്ടായിരുന്നു? വിഷമം തോന്നരുത്, വളരെ മോശമായിരുന്നു. ഗ്രേസ്. അതായത് നമ്മുടെ ബോഡിക്ക് എന്തും ചേരും ഡ്രസ്സാണേലും. അതൊക്കെ ഒരു ദൈവകൃപ എന്നേ ഞാൻ പറയുന്നുള്ളൂ. രേണു സുധി ഇതിനു മുമ്പ്, അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി ഇപ്പം എന്താ പറയാ, ആലോചിക്കാൻ സമയം വേണോ? രേണു സുധി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു, ഡൈവോഴ്സ് ചെയ്തിട്ടാണ്. ജനങ്ങളിലേക്ക് എത്തിക്കാം, ജനങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം എന്താ പറയാ, ഇപ്പം സുധിച്ചേട്ടന് മുന്നുള്ള ലൈഫ് എന്താ പറയാ, ഇപ്പൊ എന്തുണ്ടെങ്കിലും എന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും അത് സുധിച്ചേട്ടനും അറിയാൻ വേണ്ടപ്പെട്ടവരും അറിഞ്ഞിട്ടാണ്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? ഇപ്പം എന്താ പറയാ, ഇപ്പം സോ എനിക്ക് അങ്ങനെ ഒരു ആരോപണങ്ങളെയൊക്കെ എനിക്കിപ്പോ ഒന്നും അതിനെ പ്രതികരിക്കാൻ പറ്റത്തില്ല. കൃത്യമായിട്ടൊരു ഉത്തരം പറയും എന്ന് പറയുന്ന ഒരാളെ ഞാൻ അങ്ങനെ ആരെയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാണ്. ഇല്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സുചേട്ടനെയാണ്. മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സുചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അതിന് അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. തൽക്കാലം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വ്യക്തമായ കാരണം പറയാ? അല്ല, തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴാണ് ഇതിലത്തെ ഒരു സംശയം ജനിക്കുന്നത്. കാരണം അത് വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട, വ്യക്തമായ കാരണം ഞങ്ങൾ പോവില്ല. എനിക്ക് പറയാൻ കാരണങ്ങളില്ല, ഇനി ഒന്നും ഞാൻ പറയേ. അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണല്ലോ ഉത്തരം. എന്നാലും ഉത്തരം പറഞ്ഞല്ലോ. അത് ഉത്തരവായിട്ടില്ല. ഇല്ല, എനിക്ക് ഇവിടെ അങ്ങനെ ഒരാളില്ല എങ്കിൽ അങ്ങനെ ഒരാളില്ല. ഉണ്ടാവാം, ഉണ്ടാതിരിക്കും. പക്ഷെ അതിനകത്ത് ഉണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത്. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. ഇവനെ സൂക്ഷിക്കണം, ഇവനിതിൽ എന്തോ കൈയുണ്ട്.